അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുറമേ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടാണ്. നല്ല മനോഹരമായിട്ടുള്ള വീട്. ഇത് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം കൊണ്ട് കുളിരണിയിക്കും. അത്ര മനോഹരമാണ് ഈ വീട്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്നും നാട്ടിലേക്ക് പോകുമ്പോൾ ഇതിന് വാടക കൂടുതലായതുകൊണ്ട് ഞങ്ങളിത് ഒഴിവാക്കി പോയതാണ്. ഈ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഒരുപാട് ചെടികളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ കുറേ പച്ചക്കറികളൊക്കെ നട്ടു. തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഇതിനുള്ളിലുണ്ടായിരുന്നു. ഇതുകൂടാതെ കുറേ ചെടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോഗൺവില്ല ഉണ്ട്. മറ്റുള്ള ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. എന്തായാലും ഈ വീടിനോട് തൊട്ടടുത്ത ഗേറ്റാണ് ഈ കാണുന്നത്. ഇതും ഒരു മനോഹരമായ ഗേറ്റ് തന്നെയാണ്. ഈ വീടിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണത്. ഇതിനുള്ളിൽ തന്നെ മൃഗശാല പോലെ കൂടൊക്കെ കെട്ടി മാനുകളൊക്കെ വളർത്തുന്നുണ്ട്. മനോഹരമായ ഈ മാനുകളും അതിനോടൊപ്പം ജിറാഫൊക്കെ ഉണ്ട്. നമുക്ക് തോന്നും ഇത് ശരിക്കും ഒരു സൂ തന്നെയാണോ എന്ന്. എന്നാൽ സൂ തന്നെയാണ്. ഇതിലൂടെ ഞാൻ ഏഡ് ചെയ്തെന്ന് മാത്രം. അല്ലാതെ ഈ ജിറാഫിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് കണ്ട മൃഗശാല ഉണ്ടല്ലോ, അതിലത്തെ കുറേ ഭാഗങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാഴ്ച ഇതിലൂടെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതിയാണ് ഞാൻ ഇതുകൂടെ ഇതിലേഡ് ചെയ്തത്. എന്തായാലും ഇതും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ജിറാഫിന് പുല്ല് കൊടുക്കുന്ന കുറേ ആളുകൾ, മലയാളികളോ ഇംഗ്ലീഷുകാരോ അറബികളോ അങ്ങനെ വേണ്ട, എല്ലാ ആളുകളും ഉണ്ട്. എന്തായാലും എല്ലാ ആളുകൾക്കും ഇതിനുള്ളിൽ വരുമ്പോൾ നല്ല സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണിതെല്ലാം. മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടില്ലേ നിങ്ങൾ? ഇതെല്ലാം ഇവിടെയുള്ള കാഴ്ച തന്നെയാണ്. ഓരോരുത്തരും പുല്ലുകൾ പൈസ കൊടുത്ത് വാങ്ങി അവയ്ക്ക് കൊടുക്കുന്നു. ചിലർ ഫോട്ടോ എടുക്കുന്നു, ചിലർ വീഡിയോ എടുക്കുന്നു. ആഹ്ലാദം കൊണ്ട് കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്നു. ജിറാഫുകളും മറ്റും ഈ ചെറിയ ചെറിയ പുല്ല് കൊടുത്തത് കൊണ്ട് ആയിരിക്കാം അവർക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല. അത് തിന്നാൻ തന്നെ അവർക്ക് തോന്നുന്നില്ല. ചില മിസ്രികളും അറബികളും ഒക്കെ ഈ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ജിറാഫിനാണെങ്കിലോ അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. എന്തായാലും ഉമ്മുൽ ഖുവൈനിലെ ഈ മൃഗശാലയിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം. വെറും 25 ദിർഹംസേ ഇതിലേക്ക് കടക്കാനുള്ള ടിക്കറ്റിനുള്ളൂ. പിന്നെ ഒട്ടകപ്പുറത്ത് കയറാനും കുതിരപ്പുറത്ത് കയറാനൊക്കെ 10 ദിർഹംസ് വെച്ച് കൊടുക്കണം. അങ്ങനെ വീണ്ടും നമ്മുടെ ആ മനോഹരമായ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോഴുള്ള കാഴ്ചയാണിത്. ഇത് മൃഗശാലയല്ല, ഇത് വീടാണ് കേട്ടോ. കണ്ടില്ലേ, ആര്യവേപ്പാണ് ഈ നിൽക്കുന്നത്. അതിമനോഹരമായ ആര്യവേപ്പ് വലിയ കൊമ്പുകളായൊക്കെ നിൽക്കുന്നത് കണ്ടോ. വലിയ മരമാണ്. ഇതിൻ്റെ ഇലകളാണ് ഈ പൊഴിഞ്ഞു കിടക്കുന്നതെല്ലാം. ഈ മരത്തിൽ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ആടാനായിട്ട്. ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ? കാണുന്നതാണ് എൻ്റെ മോളും മരുമോനും താമസിക്കുന്ന വീട്. നല്ല ഭംഗിയുള്ള വീട്. എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടം തോന്നി. ഞങ്ങൾക്ക് താമസിക്കാനായി ഞങ്ങൾ ചോദിച്ചു. പക്ഷേ ആ സമയത്ത് അതിൻ്റെ മുതലാളിയായിരുന്നു അതിൽ താമസിച്ചിരുന്നത്. പിന്നെ മുതലാളി അവരുടെ ഫാമിലി വരുമ്പോൾ മറ്റൊരു റൂമിലേക്ക് മാറുന്നത് കൊണ്ട് ഈ വീട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ മോൾക്കും മരുമോനും വീട് അന്വേഷിക്കുന്ന സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, നല്ല മനോഹരമായ വീടാണ്, ഇത് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ അൽഹംദുലില്ലാ ഈ വീട് തന്നെ എടുത്തു. പുറമേ നിന്ന് കാണുമ്പോൾ
ചെറുതാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ഹാളും ബെഡ്റൂമും അതുപോലെ തന്നെ കിച്ചനും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഏതോ ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് പോയതുപോലെ തന്നെ നമുക്ക് തോന്നും. എനിക്ക് മനസ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ വീട്. എന്തായാലും ഈ വീട്ടിൽ കയറാനും ഇരിക്കാനുമൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മക്കളെടുത്തപ്പോൾ സന്തോഷമായി. അവരിവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ചെട്ടിമല്ലി, മനോഹരമായ പൂക്കൾ, പിന്നെ ഒരു സീനിക, അതുകൂടാതെ അപ്പുറം ഇപ്പുറമൊക്കെ ആയി കുറേ ചെടികളൊക്കെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ മൈലാഞ്ചി ചെടിയുമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യം ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.